അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സൂറത്ത് യാസീൻ്റെ 1 മുതൽ 30 വരെയുള്ള ആയത്തുകൾ നോക്കി. അതുകൂടാതെ തന്നെ മറ്റു സൂറത്തുകളും മറ്റു നിയമങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഏകദേശം എല്ലാ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ക്ലാസ് കേൾക്കാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുക, മുന്നേയുള്ള ക്ലാസ്സുകൾക്ക് കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് 30 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് നോക്കുന്നത്. ഏകദേശം എല്ലാ നിയമങ്ങളും നമ്മൾ പറഞ്ഞ ഏകദേശം എല്ലാ നിയമങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ നിയമങ്ങൾ മുഴുവനും ഉൾക്കൊണ്ടിട്ട് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു ക്ലാസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സുക്കൂനുള്ള നൂനിൻ്റെയും തെൻവീനിൻ്റെയും ശേഷമുള്ള നിയമങ്ങൾ, അതുപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ, ഇത് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞു. അതിൻ്റെ പുറമെ മദ്ദുകളെക്കുറിച്ചും പറഞ്ഞു. പിന്നെ ഷദ്ദുള്ള നൂനും ഷദ്ദുള്ള മീമും വന്നാൽ അവിടെ മണിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ, ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം അല്ലെങ്കിൽ തെൻവീനിൻ്റെ ശേഷം ഒരു വാക്കിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂനുണ്ട് അല്ലെങ്കിൽ തെൻവീനുണ്ട്. തിൻ തുന്നൊക്കെയുള്ളത് തെൻവീനുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള അക്ഷരം ഇന്ന അക്ഷരമായാൽ, അതാണല്ലോ ഇപ്പോൾ നമ്മൾ നിയമമുള്ളത്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം 3 നിയമങ്ങളാണുള്ളത്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ ഇദ്ഗാം ചെയ്യണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഒറ്റ മീമായിട്ട് ഉച്ചരിക്കുന്നു. അതാണ്. ഇനി സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ ആ മീമിനെന്ത് ചെയ്യും, ഇഖ്ഫാ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ രൂപങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാക്കിയുള്ള 26 അക്ഷരങ്ങൾ ഏത് വന്നാലും ഈ മീമിനെ സുക്കൂൻ ചെയ്തിട്ട് വ്യക്തമായിട്ട് വെളിവാക്കി പറയുക എന്നുള്ളതാണ് ഇൽഹാർ എന്നുള്ളത്. ഇനി സുക്കൂനുള്ള നൂൻ എന്ന് പറഞ്ഞാൽ സുക്കൂൻ ഉണ്ടാവട്ടെ, സുക്കൂൻ ഇല്ലാതിരിക്കട്ടെ, രണ്ടും സുക്കൂനുള്ള നൂനാണ്. അല്ലെങ്കിൽ തെൻവീൻ, രണ്ടാലും ഒന്ന് അല്ലേ. അപ്പോൾ തെൻവീനിൻ്റെയോ സുക്കൂനുള്ള നൂനിൻ്റെയോ ശേഷം നൂന് വാവ് മീമ് യാ, നൗമി എന്ന് പറയും അല്ലേ. നൂന് വാവ് മീമ് യാ എന്നീ 4 അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന. അപ്പോൾ നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ പുറമെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രം. അപ്പോൾ മേലെ ചാർട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് തിരിയും. അപ്പോൾ സുക്കൂനുള്ള മീം നൂനിൻ്റെയോ അല്ലെങ്കിൽ തെൻവീനിൻ്റെയോ ശേഷം അൻ എന്ന് പറഞ്ഞു അല്ലേ. അൻ എന്ന വാക്കിൻ്റെ ശേഷം പിന്നെ ന എന്നുള്ള വാക്കാണ് വരുന്നതെങ്കിൽ അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം നാ വന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, ഈ നൂനിനെ ആ നൂനിന് രണ്ടാമത്തെ നൂനിലേക്ക് കൂട്ടി യോജിപ്പിച്ച് അന്ന എന്ന് പറയണം. അപ്പോൾ ഒറ്റ അക്ഷരമായി. പിന്നെ അവിടെ മണിക്കുകയും ചെയ്യുക. അതാണ് ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക, ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കുക. അപ്പോൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് കൂടെ എന്ത് ചെയ്യുക, മണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇദ്ഗാമും ബിഗുന്ന. പിന്നെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ 6 എണ്ണമാണ്. ഇൽഹാറിൻ്റെ അക്ഷരം 6 എണ്ണമാണ്. ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന്, ഇതാണ് 6 അക്ഷരങ്ങൾ. ഈ 6 അക്ഷരം വന്നാൽ ഈ നൂനിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ നിയമങ്ങളിൽ. അല്ലെങ്കിൽ തെൻവീനിനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇൽഹാറിൻ്റെ അക്ഷരം, ഇൽഹാർ എന്ന് പറഞ്ഞാൽ തന്നെ വെളിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നൂനിനെയോ തെൻവീനിനെയോ വെളിവാക്കിയിട്ട് അൻ എന്ന് തന്നെ പറയാം. അപ്പോൾ നൂന് വെളിവായല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ തെൻവീനിൻ്റെ ഹാത്തായിൻ്റെ മേൽ എന്ത് ചെയ്തു, ഒരു തെൻവീനാണ് ഉള്ളതെങ്കിൽ ആ എന്ന തെൻവീനിന് എന്ത് ചെയ്യുക, വെളിവാക്കിയിട്ട് പറയും. ഇതാണ് ഇൽഹാർ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വാക്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ നിയമങ്ങൾ നോക്കുമ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അലം യറൗ കം, അലം സുക്കൂനുള്ള മീമ് വന്നു. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം
പിന്നെ മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വെളിവാക്കണം, വ്യക്തമായിട്ട് ഉച്ചരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ അലം എന്ന് പറയാം. അപ്പോൾ എന്ത് ചെയ്തു, മീമിന് സുക്കൂൻ ചെയ്തു അലം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും ഇങ്ങനെ ഓതുമ്പോൾ നമ്മൾ നോക്കണം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ക്ലാസ് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളെ ക്ലാസ് തന്നെ പാർക്കുള്ളതാണ്. സാധാരണക്കാരായ വിശുദ്ധ ഖുർആൻ ഓതാൻ നിയമം അനുസരിച്ച് ഓതാൻ പ്രയാസപ്പെടുന്ന ആളുകൾക്കുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരും മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെ ക്ലാസ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് കുറച്ചെങ്കിലും ഒരു എളുപ്പമായിട്ട് വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ക്ലാസ് കേൾക്കുന്നതെങ്കിൽ നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് കേട്ടാൽ തന്നെ ഏകദേശം പിന്നെ ഒരു രൂപമൊക്കെ മനസ്സിലാവും എന്ന പ്രതീക്ഷയാണുള്ളത്. ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ വിശുദ്ധ ഖുർആനെ നമ്മളൊക്കെ കൂലി കിട്ടാൻ വേണ്ടിയാണല്ലോ ഓതുന്നത്. അപ്പോൾ ആ ഒരു കൂലി കൂടുതൽ കിട്ടണമെങ്കിൽ അതിൻ്റേതായ ആ നിയമം അനുസരിച്ച് ഓതുമ്പോൾ പിന്നെ ഒന്നുകൂടി അർത്ഥം ഒന്നുകൂടി ഓതാണെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ച് ഓതാൻ തന്നെ പ്രയാസപ്പെടുന്ന നമ്മളെ സംബന്ധിച്ച് പിന്നെ അർത്ഥം അത് മനസ്സിലാക്കി ഓതുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രയാസമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഓത്ത് നന്നാക്കാതെ നമ്മൾ അർത്ഥം പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം നമ്മൾ ഓതുമ്പം എന്ത് ചെയ്യണം, അത് പിന്നെ അതിന് അർത്ഥം പഠിച്ച് പിന്നെ ഇത് അർത്ഥം പഠിച്ചിട്ട് പിന്നെ ഇങ്ങനെ അതിങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ഇത് നിയമം അറിയാതെ നമ്മൾ ഓതിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഓതിയിട്ട് പിന്നെ ഏതെങ്കിലും രൂപത്തിൽ അർത്ഥം മനസ്സിലാക്കുക അങ്ങനെയല്ല. നമ്മൾ ആദ്യം പിന്നെ വായിക്കുന്നത് എന്താണെന്നുള്ള മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആശയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സാധാരണക്കാരായ ആളുകളെ നമ്മളെ സംബന്ധിച്ച് ഇത് ഓത്ത് പിന്നെ ഉഷാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് ശരിയാക്കാതെ ബാക്കിയുള്ളത് കാര്യം പിന്നെ നമ്മൾ ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുക എന്നുള്ളത് നമ്മളെന്തല്ല പിന്നെ ശരിയായ ഒരു പ്രവണത അല്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ നമ്മൾ ഓതുന്ന വിഷയം ക്ലിയർ ആയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഓതുന്ന സൂറത്തുകളൊക്കെ ഉണ്ടാവും. അതിൽപ്പെട്ട പിന്നെ സൂറത്താണല്ലോ സൂറത്ത് യാസീൻ. അതുപോലെ തന്നെ മറ്റുള്ള സൂറത്തുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഓതും. അതേപോലെ തന്നെ നമ്മളൊക്കെ പിന്നെ തുടക്കം മുതൽ പിന്നെ ഖത്മ് തീർത്ത് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ ഏത് സൂറത്ത് ഇങ്ങനെ ഓതുമ്പോഴും ഈ നിയമങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചാൽ ഏത് ഭാഗം ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിങ്ങനെ ഓതി ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യറൗ കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ. ഇവിടെ അലം യറൗ അല്ലേ, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും മീമിനെ വ്യക്തമായിട്ട് വെളിവാക്കിയിട്ട് എന്ന് ഉച്ചരിച്ചുകൊണ്ട് പറയണം. അലം യറൗ കം അഹ്ലക്ന അവിടെയും എന്ത് ചെയ്യണം, ഇദ്ഹാർ ചെയ്യണം. ഖബ്ലഹും മിനൽ ഖുറൂൻ. ഖബ്ലഹും അവിടെ സുക്കൂനുള്ള മീം വന്നു അല്ലേ. അവിടെ മീമിന് സുക്കൂൻ ഇല്ലെങ്കിൽ പിന്നെന്താണ്, സുക്കൂനാന്ന് പറഞ്ഞു. ഒരക്ഷരത്തിന് ഫത്തും കസറൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താണ്, അവിടെ സുക്കൂനാണ്. അപ്പോൾ ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു, അതുകൊണ്ടാണ് അവിടെ ശബ്ദ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നാമത്തെ മീമിനെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് എന്താണ് സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീം വന്നാൽ എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം, കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഖബ്ലഹും കൂട്ടി യോജിപ്പിച്ചു മണിക്കുകയും ചെയ്യണം. ഖബ്ലഹും മിനൽ ഖുറൂനി മണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയാം. ഖബ്ലഹും മിനൽ ഖുറൂൻ. എന്തുകൊണ്ടാണ് അവിടെ മിനൽ ഖുറൂൻ എന്ന് പറഞ്ഞ് നിർത്തിയത്? അവിടെ ഏത് സ്ഥലത്ത് നിർത്തുമ്പോഴും അതിന് സുക്കൂൻ ചെയ്തിട്ടാണ് നിർത്തേണ്ടത്. പിന്നെ സുക്കൂൻ ചെയ്യേണ്ടാത്ത സ്ഥലങ്ങളുണ്ട് അല്ലേ, ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ. അത് 1-2 സ്ഥലമുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം. അപ്പം മിനൽ ഖുറൂനി അല്ലേ, മിനൽ ഖുറൂൻ അവിടെ എന്ത് ചെയ്തു, വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂൻ വന്നു. സുക്കൂൻ വന്നാൽ പിന്നെ തൊട്ട് മുമ്പുള്ള, അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് നിർത്തുമ്പോഴും അവിടെ സുക്കൂൻ ചെയ്യണം. അപ്പോൾ സുക്കൂൻ ചെയ്യുന്ന സ്ഥലത്ത് അതിന് തൊട്ട് മുമ്പുള്ളതിന് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ കൂടുതൽ നീട്ടണം. അപ്പോൾ അവിടെ മദ് പുതിയ ഒരു മദ്ദായിട്ട് രൂപപ്പെടും. അതിൻ്റെ പേരാണ് മദ് ആരിദ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം മിനൽ ഖുറൂൻ അല്ലേ, അവിടെ നിർത്തുന്നതല്ല എങ്കിൽ മിനൽ ഖുറൂനി അന്നഹു. അപ്പോൾ സാധാരണ നീട്ടലേ നീട്ടുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് കൂടുതൽ നീട്ടണം. മദ് ആരിദ് വരുമ്പോൾ മിനൽ ഖുറൂനി അന്നഹും അവിടെ നൂനിന് ശബ്ദം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് മണിക്കണം. പിന്നെ അതിൻ്റെ ശേഷം മീമിന് സുക്കൂൻ വന്നു, അന്നഹും ഇലൈഹിം അല്ലേ.
ആ മീമിൻ്റെ ശേഷം മീമും ബാവുമല്ലാത്ത അക്ഷരം ഏതക്ഷരം വന്നാലും ബാക്കി 26 അക്ഷരം വന്നാലും എന്ത് ചെയ്യണം, ഈ മീമിനെ വെളിവാക്കണം എന്നുള്ളതാണ്. അപ്പം അന്നഹും ഇലൈഹിം ലാ യർജിഊൻ, ഇവിടൊക്കെ എന്താ ചെയ്തു, പിന്നെ മീമിൻ്റെ ശേഷം ഒക്കെ വെളിവാക്കി. കാരണം മീമിനെ വെളിവാക്കി, എന്താ കാരണം, മീമിന് ശേഷമുള്ളത് ബാവും മീമും അല്ലാത്ത അക്ഷരമായതുകൊണ്ട്. ലാ യർജിഊൻ അല്ലേ, മദ് ആരിൽ വന്നു. യർജിഊൻ, യർജിഊന എന്നുള്ളത് അവിടെ വഖഫ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, യർജിഊൻ മദ്, പിന്നെ അവിടെ നൂനിന് സുക്കൂൻ ചെയ്തു. തൊട്ട് മുമ്പുള്ളത് മദ്ദക്ഷരമാണ്. മദ്ദക്ഷരം എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരം. അപ്പോൾ അലിഫാകാം, യാ ആകാം, വാവാകാം. അലിഫ് എപ്പോഴാണ് വരിക, ഫത്തിൻ്റെ സമയത്ത് വരും. ഫത്തിനെ നീട്ടാൻ അലിഫ് വരും, കെസറിന് നീട്ടാൻ യാ വരും, ലൊമ്മിന് നീട്ടാൻ വാവ് വരും. അപ്പോൾ തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള അക്ഷരമാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ മദ് ആരിൽ വരും. وَإِن كُلٌّ لَّمَّا جَمِيعٌ لَّدَيْنَا مُحْضَرُونَ. ഈ ആയത്ത് ചെറിയ ആയത്താണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്താണ്, ഇൻ എന്ന സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം കാഫ് വന്നു. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം പിന്നെ ഇദ്ഹാറിൻ്റെയും ഇദ്ഗാമും ബിലാഉന്നയുടെയും ഇദ്ഗാമും ബിഉന്നയുടെയും ഇഖ്ലാബ് അല്ലേ, ഇതല്ലാത്ത ബാക്കി ഏത് വന്നാലും എന്ത് ചെയ്യണം, പിന്നെ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ് 15 അക്ഷരം. ബാക്കി 13 അക്ഷരം ഓരോ നിയമത്തിലുണ്ട്. ഇത് പിന്നെ ഇദ്ഹാറിൻ്റെ അക്ഷരം 6 ഇദ്ഗാമും ബിഉന്നയുടെ അക്ഷരം 4 നൗമി നൂന് വാവ് മീമ് യാ. ഇപ്പം എത്രയായി, 10. പിന്നെ അതേപോലെ തന്നെ ഇദ്ഗാമും ബിലാഉന്നയുടെ അക്ഷരം 2 ലാമ് റാ. ഇഖ്ലാബിൻ്റെ അക്ഷരം ബാ. ഇതാണ് 13 അക്ഷരം. ബാക്കി 15 അക്ഷരം പിന്നെ ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ പിന്നെ സുക്കൂനുള്ള നൂനെ അൻ എന്ന് പറയുമ്പം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിൻ്റെ തലഭാഗം മേലേ ഭാഗത്ത് തട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അത് തട്ടുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക. നമ്മളെ ക്ലാസ്സൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അൻ എന്ന് പറയുമ്പം നാവിൻ്റെ തലഭാഗം മേലെ തട്ടുന്നുണ്ട്. ഇതാണ് ഇൽഹാർ എന്ന് പറയാം. അൻ എന്ന് പറഞ്ഞപ്പോൾ നൂനിനെ വെളിവാക്കി ഇൽഹാർ ഇങ്ങനെയാണ് ഉച്ചരിക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇഖ്ഫ എന്ന് പറയുക. ഇഖ്ഫ എന്ന് പറയും പ്രത്യേകം എല്ലാ ക്ലാസ്സിലും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എല്ലാ സ്ഥലങ്ങളിലും ഇഖ്ഫ വരുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും എന്ത് ചെയ്യുന്നുള്ളൂ, ഇഖ്ഫ വരുന്നുണ്ട്. അപ്പോൾ ഇഖ്ഫാൻ്റെ നിയമം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, വ ഇൻ എന്ന് പറയാതെ വ ഇൻ കുല്ലു, കാരണം ഇഖ്ഫാൻ്റെ അക്ഷരമാണ് കാഫ് എന്നുള്ളത്. അപ്പോൾ വ ഇൻ എന്ന് പറഞ്ഞാൽ ഇൽഹാറായി വ്യക്തമായി വെളിവായി. അപ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നൂനിനെ വെളിവാക്കാൻ പാടില്ല. നൂനിനെ വെളിവാക്കേണ്ട അക്ഷരങ്ങൾ 6 ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന്. ഇതാണ് ഈ അക്ഷരങ്ങളിൽ നൂനിൻ്റെ ശേഷം ഇവയിൽപ്പെട്ട ഏതെങ്കിലും 6 അക്ഷരങ്ങൾ വന്നാലേ ഈ വ ഇൻ എന്ന് പറയുകയുള്ളൂ. ഇഖ്ഫായിൻ്റെ അക്ഷരമാണെങ്കിൽ വ ഇൻ കുല്ലു, വ ഇൻ എന്ന് പറയാതെ അതിൻ്റെ തൊട്ടടുത്തേക്ക് നാവിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരിക. അതാണ് ഇപ്പോൾ വ ഇൻ എന്ന് പറയാതെ വ ഇൻ കുല്ലു, വ ഇൻ കുല്ലുല്ലമ്മ, കുല്ലുല്ല, കുല്ലുല്ല. അവിടെ പിന്നെ കുല്ലുൻ എന്ന തെൻവീൻ്റെ ശേഷം ലാമ് വന്നു. തെൻവീൻ്റെ ശേഷം അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ലാമ് റാ വന്നാൽ പിന്നെ എന്ത് ചെയ്യണം, കൂട്ടി യോജിപ്പിച്ചാൽ മതി. ആ തെൻവീനെ അടുത്ത അക്ഷരത്തിലേക്ക് ലാമിലേക്ക് അല്ലെങ്കിൽ റായിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, മണിക്കാൻ പാടില്ല. കുല്ലുല്ല, കുല്ലുൻ എന്ന നൂനിനെ, ആ കുല്ലുൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഉച്ചാരണത്തിൽ ഒരു നൂന് വരുന്നുണ്ട് എന്ന് പറഞ്ഞേ, ആ നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, മണിക്കാൻ പാടില്ല. അപ്പോൾ ഒപ്പം എന്ത് ചെയ്യും, വ ഇൻ കുല്ലുല്ല, കുല്ലുല്ല. അപ്പോൾ ലാമിന് ശബ്ദ് വന്നാൽ അവിടെ ശബ്ദ് വരാനുള്ള കാരണം എന്താ, ഈ തെൻവീനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചത് കൊണ്ടാണ് അവിടെ ശബ്ദ് വരാൻ കാരണം. വ ഇൻ കുല്ലുല്ലമ്മ, ലമ്മ ജമീഉൽ ലദൈന, ലമ്മ. അവിടെ എന്ത് ചെയ്യും, മീമിന് ശബ്ദ് ഉണ്ടായതുകൊണ്ട് മീമിന് നൂനിന് ശബ്ദ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മണിക്കണം എന്ന് പറഞ്ഞു. ലമ്മ ജമീഉല്ല, ജമീഉൻ എന്ന നൂനിനെ തെൻവീനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചപ്പോൾ ജമീഉല്ല, ജമീഉല്ലദൈന. അപ്പോൾ ഇദ്ഗാമും ബിലാഉന്നയുടെ നിയമം അവിടെ വരുന്നുണ്ട്. അപ്പോൾ ജമീഉല്ലദൈന മുഹ്ളറൂൻ, മുഹ്ളറൂൻ. ഇവിടെ മദ് ആരിൽ വരുന്നുണ്ട്. വഖഫ് ചെയ്തപ്പോൾ നൂനിന് സുക്കൂന് തൊട്ട് മുമ്പുള്ളത് നീട്ടാനുള്ള മദ്ദക്ഷരമായതുകൊണ്ട് അവിടെ എന്ത് ചെയ്യും, മദ് ആരിൽ വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മദ് ആരിൽ വരിക എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യണം, സാധാരണ നീട്ടുന്നതിലേറെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നീട്ടുക. അപ്പം എന്ത് ചെയ്യുക, മദ് കൂടുതലായിട്ട് വരണം. മുഹ്ളറൂൻ എന്ന് പറഞ്ഞാൽ പോരാ, മുഹ്ളറൂൻ. വആയത്തുൻ ലഹുമുൽ അർളു, വആയത്തുൻ എന്ന
തെൻവീൻ്റെ ശേഷം ലാമ് വന്നു. അപ്പോൾ എന്താണ് പിന്നെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇദ്ഗാമും ബിലാ ഗുന്ന കൂട്ടി യോജിപ്പിക്കുക മണിക്കരുത് എന്നർത്ഥം. അതാണ് ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. നൂന് വാവ് മീമ് യാ ഈ അക്ഷരങ്ങൾ വന്നാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. ലാമ് റാ വന്നാൽ കൂട്ടി യോജിപ്പിക്കുക മണിക്കരുത്. അപ്പം എന്താണ് വ ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതതു അഹ്യൈനാഹാ وأخرجنا منها حبا فمنه يأكلون. ഇവിടെ വഅഖ്റജ്ന എന്ന് അഹ്യൈനാഹ അവിടെ നിർത്തണമെങ്കിൽ എങ്ങനെ നിർത്താം? അവിടെ അലിഫ് അവസാനം അലിഫായതുകൊണ്ട് അഹ്യൈനാഹ എന്നാണ് നിർത്തേണ്ടത്. വഅഖ്റജ്ന അവിടെ നിർത്താണെങ്കിൽ എങ്ങനെ എഴുതുന്നുണ്ട്? അഹ്യൈനാഹ വഅഖ്റജ്ന മിൻഹ അവിടെ അങ്ങനെ നിർത്തണ്ടി. ഹബ്ബ ഹബ്ബ എന്നുള്ളിടത്ത് ഹബ്ബ തെൻവീൻ ഫത്ത് ഉള്ളിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു ഹബ്ബ അവിടെ അങ്ങനെ നിർത്തേണ്ടത്. വഅഖ്റജ്ന മിൻഹ മിൻഹ അവിടെ നിന്നാണ് സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹ വന്നു. ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്, അതുകൊണ്ടാണ് മിൻഹ എന്ന് പറഞ്ഞത്. മിൻ എന്ന നൂനിനെ എന്ത് ചെയ്തു? അതിലുള്ള നൂനിനെ വെളിവാക്കി വ്യക്തമാക്കി ഇൻ എന്ന് പറഞ്ഞു അല്ലേ? മിൻഹ ഹബ്ബൻ ഫ തൻവീൻ്റെ ശേഷം ഹബ്ബൻ എന്ന തൻവീൻ്റെ ശേഷം അലിഫ് ഉണ്ടെങ്കിലും ആ അലിഫ് ഉച്ചാരണത്തിൽ വരാത്തത് കൊണ്ട് അടുത്തക്ഷരമാണ് പരിഗണിക്കുന്നത്. ഹബ്ബൻ ഫ തൻവീൻ്റെ ശേഷം ഫ വന്നു, ഇഖ്ഫാ ചെയ്യണം. തൻവീന് ശേഷം ഫാ വന്നു അല്ലേ? നമ്മളിപ്പോൾ ഈ പറഞ്ഞ നിയമത്തിൽ പെടാത്ത ബാക്കി 15 അക്ഷരത്തിൽ പെട്ടതാണ്. അപ്പം എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഹബ്ബൻ എന്ന് പറയാതെ ഹബ്ബൻ ഫമിൻഹു യഅ്കുലൂൻ. ഇവിടെ മിൻഹു എന്നുള്ള സുക്കൂനുള്ള നൂനിന് ശേഷം ഹ വന്നു, അപ്പോൾ ഇദ്ഹാർ ചെയ്യണം. യഅ്കുലൂൻ അവിടെ എന്ത് ചെയ്യാം? ഹംസക്ക് സുക്കൂന് ഒറ്റ സുക്കൂന് കൊടുത്തിട്ട് വേഗം എന്ത് ചെയ്യാം? അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. يأكلون وجعلنا فيها جنات فيها അവിടെ സാധാരണ മദ്ദാണ് അല്ലേ? ഫീ എന്നത് എന്താണ് സാധാരണ മദ്ദാണ്. അവിടെ നിന്ന് സാധാരണ മദ് ഇതാണ് അസലിയായ മദ് എന്ന് പറയാം. ഫീഹ ജന്നാതിം തിൻ എന്ന തൻവീൻ്റെ ശേഷം മീമ് വന്നു. അപ്പം എന്ത് ചെയ്യണം? നൗമി നൂന് വാവ് മീമ് യാ എന്നീ 4 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ കൂട്ടി യോജിപ്പിച്ച് മണിക്കുക. അപ്പം ഇങ്ങനെ ജന്നാതിമ്മി അല്ലേ? പിന്നുള്ളത് മിൻ നഖീലും സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം പിന്നെ നൂന് വന്നു അല്ലേ? അപ്പോൾ ഈ നൂനിനെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്യണം. നേരത്തെ ഉള്ളത് പിന്നെ ജന്നാത്തിമ്മി എന്നുള്ള തെൻവീന് ശേഷം മീം വന്നു. ഇവിടെ മിൻ നഖീൽ എന്നുള്ളിടത്ത് എന്ത് ചെയ്തു? സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം പിന്നെ നൂന് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടൊക്കെ എന്താണ്? ഇദ്ഗാമും ബിഗുന്ന കൂട്ടി യോജിപ്പിക്കുക, നേരെ മണിക്കും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മിൻ നഖീലിൻ വഅഅ്നാബ് മിൻ നഖീൽ അവിടെ നിർത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും? മദ് ആരിൽ വരും. മദ് ആരിൽ എന്ന് പറഞ്ഞാൽ സുക്കൂൻ വഖഫ് ചെയ്യുന്ന സമയത്ത് സുക്കൂൻ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമാകുമ്പോൾ അവിടെയൊക്കെ ഏത് സ്ഥലത്തും മദ് ആരിൽ വരും നിർത്തുകയാണെങ്കിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫീഹ എന്നുള്ളിടത്ത് വരില്ല, കാരണം അവിടെ അവസാനം അലിഫാണ് ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് വരില്ല. മിൻ നഖീലിൻ വഅഅ്നാബിൻ വഫജ്ജർന ഇവിടെ തെൻവീന് ശേഷം വാ വന്നു അല്ലേ? അപ്പം എന്ത് ചെയ്യണം? വഅഅ്നാബിൻ കൂട്ടി യോജിപ്പിക്കുക മണിക്കുക. ഇത് ബിഗുന്നയുടെ അക്ഷരമാണ്. നൂന് വാവ് മീമ് യാ. വഫജ്ജർന ഫീഹ മിനൽ ഉയൂൻ ഇവിടൊക്കെ എന്ത് ചെയ്യാം? മദ് ആരിൽ വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് പിന്നെ റഹീമ എന്നുള്ളിടത്ത് എന്ത് ചെയ്യില്ല? മദ് ആരിൽ വരില്ല, കാരണം എന്താ? അതിൻ്റെ അവസാനത്തിൽ പിന്നെ തൻവീൻ ഫത്ത് ആയതുകൊണ്ട് റഹീമ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. ലിയക്കുലൂ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം അഫലാ യശ്കുറൂൻ. ലിയക്കുലൂ മിൻ അവിടെ എന്ത് ചെയ്യണം? സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം സ വന്നു, ഇഖ്ഫാ ചെയ്യണം. മിൻ സ എന്ന് പറയാതെ മിൻ സമരിഹി സ എന്ന് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ എന്നാകാൻ പാടില്ല, സ അല്ലേ? പിന്നെ രണ്ട് പല്ലിൻ്റെ ഇടയിൽ നാവിൻ്റെ തലഭാഗം ഇങ്ങനെ തട്ടിയിട്ട് ഉള്ള ഒരു അവസ്ഥ, അതിൻ്റെ ഇടയിൽ നാവ് വരുന്ന
അവസ്ഥ ആണ് സ എന്ന് പറയാം. മിൻ സമരിഹി, ഇവിടെ ഈ ഹാഇനെ നീട്ടാനുള്ള കാരണം എന്താ? ചെറിയ നിലക്ക് നീട്ടിയല്ലോ. ആ ഹാഇൻ്റെ മുമ്പുള്ള അക്ഷരമോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ഉണ്ടെങ്കിൽ ഹാഇനെ നീട്ടൂല. സുക്കൂൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്ത് ഈ ഹാഇനെ നീട്ടിയത്. കാരണം എന്താണ്? പിന്നെ സമരിഹി എന്നുള്ളിടത്ത് ആ ഹാഇൻ്റെ മുമ്പ് റാ ആണ്, റാഇന് കസറാണ്, റാഇന് കസർ രി അല്ലേ. അപ്പോൾ പിന്നെ സുക്കൂനല്ല, അതിന് തൊട്ട് ശേഷമുള്ളത് വാ എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും സുക്കൂനല്ല. സുക്കൂൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സുക്കൂൻ ഉണ്ടെങ്കിൽ ഈ ഹാഇനെ നീട്ടൂല. അപ്പോൾ മിൻ സമരിഹി വമാ അമിലത്ഹു ഐദീഹിം, അവിടെ നിർത്തുകയാണെങ്കിൽ ഐദീഹിം അത്ര മതി. ഇനി നിർത്തുന്നില്ല എങ്കിലും അങ്ങനെ തന്നെ ഓതണ്ടേ, കാരണം അതിന് ശേഷമുള്ള അക്ഷരം പിന്നെ ഇൽഹാറിൻ്റെ അക്ഷരമാണ് ഹംസ. സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമം നോക്കേണ്ടത്. അപ്പോൾ വമാ അമിലത്ഹു ഐദീഹിം അഫലാ യശ്കുറൂൻ, മദ് ആരിദ്. സുബ്ഹാനല്ലദീ സുബ്ഹാനല്ലദീ, സുബ്ഹാൻ അവിടെ നിർത്താണെങ്കിൽ എങ്ങനെ നിർത്താം? സുബ്ഹാൻ. ഈ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യണ്ട, നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ ശ്വാസം മുട്ടുന്നിടത്തൊക്കെ നമ്മൾ നിർത്തുള്ളൂ. അല്ലാത്ത നമ്മൾ എന്ത് ചെയ്യണ്ട, പിന്നെ ആവശ്യമില്ലാത്തടത്ത് നിർത്തണ്ട. ഏതെങ്കിലും സ്ഥലത്ത് നിർത്തുമ്പോൾ ഉള്ള നിയമമാണ് ഇപ്പോൾ ഈ പറയുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ്. ഇവിടെ മിമ്മ മണിക്കണം, ശബ്ദുള്ള മീമ് നൂന്. അതേപോലെ തന്നെ തുംബിതുൽ അർദു, തുൻ എന്ന് പറയാതെ ആ നൂനിനെ മറിച്ച് മീമാക്കുക അല്ലേ. സുക്കൂണുള്ള നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ഒന്നെങ്കിൽ സുക്കൂണുള്ള നൂനാകും അല്ലെങ്കിൽ തെൻവീനാകും. ആ തെൻവീൻ്റെ ശേഷം ബാ വന്നാൽ എന്ത് ചെയ്യണം? ഈ നൂനിനെ മറിച്ച് നൂനിനെ മാറ്റിയിട്ടവിടെ മീമാക്കി കൊടുക്കുക. നമ്മൾ ഉച്ചാരണത്തിൽ മീമായി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മിൻ എന്നുള്ളത് മിം എന്നാക്കുക. മിം അല്ല തുംബിതു അല്ലേ. തുൻ എന്നതിനെ തും എന്നാക്കുക. തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം. അപ്പോൾ അതിൻ്റെ പേരാണ് ഇഖ്ലാബ് എന്ന് പറയാം. തുംബിതു, ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ നൂനിനെ മറിച്ച് മീമാക്കി കൊടുക്കുക. നൂനിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? മീമായി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്തു? തുംബിതു എന്നല്ല, അവിടെ എന്ത് ചെയ്യുക? ചെറിയ എന്ത് ചെയ്യുക? തുംബിതു. ആ ഒരു ഉച്ചാരണത്തിൽ നമ്മൾ ആ ഒരു രൂപത്തിൽ ഉച്ചരിക്കുക. മിമ്മ തുംബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിൻ ആ. ഇവിടെ നൂനിനെ വെളിവാക്കി. എന്താ കാരണം? ഇൽഹാറിൻ്റെ അക്ഷരമാണ് ഹംസ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നൂനിനെ വെളിവാക്കണം. അൻഫുസിഹിം അവിടെ എന്ത് ചെയ്തു? മറിച്ച് മണിക്കുക എന്ന് പറഞ്ഞാൽ ഇഖ്ഫ എങ്ങനെ? സുക്കൂണുള്ള നൂനിൻ്റെ ശേഷം ബാക്കിയുള്ള 15 അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ചാർട്ടിലേക്ക് ഇങ്ങനെ നോക്കണം. അപ്പോൾ പിന്നെ അൻഫുസിഹിം ക്ലാസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ചാർട്ട് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് വീഡിയോ സ്റ്റോപ്പാക്കുക, എന്നിട്ട് ചാർട്ടിലേക്ക് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ നിയമം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചാർട്ടിലേക്ക് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത് കേൾക്കുക. വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇവിടെ മദ്ദാരിദ് അല്ലേ. യഅലമൂൻ. വആയത്തുൽ ലഹുമുൽ ലൈലു വആയത്തുല്ല. അവിടെ എന്ത് ചെയ്തു? തൻവീനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. ലാമു റാ ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരമാണ്. അപ്പോൾ ഈ തൻവീനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാർ. അവിടെ എന്ത് ചെയ്തു? വഖഫ് ചെയ്തത് കൊണ്ട് റായിന് സുക്കൂൻ കൊടുത്തു. തൊട്ട് മുമ്പുള്ളത് മദ്ദക്ഷരമായതുകൊണ്ട് കൂടുതൽ നീട്ടി മദ് ആരിൽ വന്നു. മിൻഹു അവിടെ എന്ത് ചെയ്തു? ഇൽഹാർ ചെയ്തു. ഈ ഹായിനെ ഇൽഹാർ ചെയ്തു. അല്ല നൂനെ പിന്നെ വ്യക്തമാക്കി വെളിവാക്കി പറഞ്ഞു. എന്താ കാരണം? ശേഷമുള്ളത് ഹ ആയതുകൊണ്ട്. ഫഇദാഹും മുദ്ലിമൂൻ. ഈ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക്, ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു, പിന്നെ മണിച്ചും ചെയ്തു. അപ്പം എന്ത് ചെയ്തു? ഫഇദാഹും ഒറ്റ മീമായിട്ട് ഉച്ചരിക്കണം. ഫഇദാഹും മുദ്ലിമൂൻ എന്ന് പറയാൻ പാടില്ല. ആ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് യോജിപ്പിച്ച് ഒറ്റ മീമാക്കി ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ. ഇവിടെ റായിന് കസ്റാണ്. അവിടെ എന്ത് ചെയ്യണം? തർക്കീക്ക് ചെയ്യണം. റായിനെ ലഘൂകരിക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റാ പിന്നെ റാ രി അല്ലേ. റീ എന്ന് പറയാൻ പാടില്ല. റാ രി റു, റാ രി റു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പിന്നെ
കസർ റായിന് കസറുള്ളിടത്ത് എന്ത് ചെയ്യണം? തെർക്കീക്ക് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. والشمس تجري لمستقر لها ذلك تقدير العزيز العليم ذلك تقدير العزيز العليم تقدير ذلك تقدير لا അവിടെ നിർത്താണെങ്കിൽ അങ്ങനെ നിർത്താം. തഖ്ദീറുൽ അസീസ് കാരണം എന്താ ആ സായിന് എന്ത് ചെയ്തു? സുക്കൂൻ കൊടുത്ത് തൊട്ട് മുമ്പുള്ള അക്ഷരം നീട്ടാനുള്ള അക്ഷരമായതുകൊണ്ട് അവിടെ കൂടുതൽ നീട്ടാൻ മദ് ആരിൽ വരും. പ്രത്യേകം ശ്രദ്ധിക്കുക. ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها ഈ ലഹ എന്നുള്ളിടത്ത് എന്ത് ചെയ്തു? പിന്നെ മദ്ദുണ്ട് അല്ലേ? അതിന് മുമ്പ് എൻ ബഇ എന്നുള്ളിടത്ത് എന്ത് ചെയ്തു? നൂൻ എൻ എന്ന നൂനിനെ സുക്കൂനായതുകൊണ്ട് ശേഷമുള്ളത് ബ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? നൂനിനെ മറിച്ച് പിന്നെ മീമാക്കണം. കാരണം എന്താ? ശേഷമുള്ള ബ ആയതുകൊണ്ട് ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് ബ എന്നുള്ളത്. അപ്പോൾ നൂനിനെ മറിച്ച് മീമാക്കുക. അപ്പോൾ ഇങ്ങനെ യംബഗി ലഹാ അൻ തുദ്രിക്. ഇപ്പം എന്ത് ചെയ്തു? മദ് വന്നു. മദ് മുൻഫസിലാണ്. പിന്നെ മദ്ദക്ഷരത്തിൻ്റെ അവിടെ എന്ത് ചെയ്തു? മദ്ദക്ഷരത്തിൻ്റെ ശേഷം ഹംസ വന്നത് അടുത്ത വാക്കിലാണ്. ലഹ എന്നുള്ളത് ഒരു വാക്കാണ്, അൻ എന്നുള്ളത് വേറൊരു വാക്കാണ്. അപ്പം എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിൽ വന്നാൽ പിന്നെ മദ് മുൻഫസിൽ വരുന്നവർ ഇനി മദ് മുത്തസിലാകട്ടെ മുൻഫസിലാകട്ടെ രണ്ടും ഞാൻ പിന്നെ എന്ത് ചെയ്യുക? നീട്ടണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് ചെയ്യോ? യംബഗി ലഹ അവിടെ അങ്ങനെ നിർത്തുകയാണെങ്കിൽ പിന്നെ അവിടെ മദ് വരില്ല, സാധാരണ മദ്യേ വരുള്ളൂ. യംബഗി ലഹ നിർത്തുന്നില്ല എങ്കിൽ കൂട്ടി ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ അപ്പോൾ മദ് വരുള്ളൂ. യംബഗി ലഹാ അൻ തുദ്രിക് അവിടെ സുക്കൂനുള്ള നൂൻ്റെ ശേഷം താ വന്ന് ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. അൻ എന്ന് പറയാതെ അതു എന്ന് പറയാതെ അൻ തുദ്രി അല്ലേ? അപ്പോൾ അതാണെന്ത്? ഇഖ്ഫാൻ്റെ രൂപം. അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ മദ് ആരിദ് വന്നു. നൂനിൻ്റെ ശബ്ദൻ്റെ മണിക്ക. വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ വകുല്ലും ഫീ അല്ലേ? ഇഖ്ഫാ ചെയ്യണം. ഫീ ഫലകിൻ യസ്ബഹൂൻ തൻവീന് ശേഷം യാ വന്നു. നൗമി നൂന് വാവ് മീമ് യാ. അപ്പം എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ച് മണിക്കണം. ഫീ ഫലകിയ കൂട്ടി യോജിപ്പിച്ചു. ഫീ ഫലകി യസ്ബഹൂൻ എന്നുള്ളിടത്ത് മദ് ആരിൽ വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ഒരാൾ അഭിപ്രായം പിന്നെ പറഞ്ഞിരുന്നു. 21-ാമത്തെ ആയത്തുണ്ടല്ലോ, ഇത്തബിഉമല്ല. അവിടെ സാധാരണ ഞാൻ ഓതിയിരുന്നത് പിന്നെ കേട്ടാൾ പറഞ്ഞത് സാധാരണ ഇത്തബിയു എന്നുള്ളിടത്ത് ഇന്നുവരെ ഞാൻ ഓതിയിരുന്നത് അത്തബിയു എന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കൊണ്ട് അത് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ ആ എന്നുണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഈ എന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഫത്തും ഗസറൊന്നും ഇല്ലാത്ത സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടെ അലിഫിന് ഫത്തും ഉണ്ടാവില്ല, ഗസറും ഉണ്ടാവില്ല, ലൊമ്മും ഉണ്ടാവില്ല. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് ഈ ക്ലാസ് ഇവിടെ പിന്നെ ക്ലോസ് ആക്കുകയാണ്. കാരണം അത് ഇനി വിശദീകരിച്ച പിന്നെ സമയം പിന്നെ നമ്മളെ വീഡിയോ നീണ്ടുപോകും. അപ്പോൾ പിന്നെ കൂടുതൽ എല്ലാ പിന്നെ ഉള്ളത് എന്ത് ചെയ്യണം? ഓരോന്നും പിന്നെ മെല്ലെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയുന്നത് എന്തിനാ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. കൂടുതൽ ഒന്നായിട്ട് പറയുമ്പോൾ നമുക്ക് തീരെ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ വിഷയങ്ങൾ വീണ്ടും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തരാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ക്ലാസ്സുകളൊക്കെ ശരിക്ക് കേൾക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം കേൾക്കുക, പിന്നെ അത് ഇനി മതി എന്നുള്ള ആ ഒരു രൂപമാകരുത്. സമയമുള്ള പിന്നെ നമുക്ക് ഫ്രീ ആകുന്നൊരു സമയത്ത്, ഒഴിവുള്ള സമയത്ത് പ്രത്യേകമായിട്ട് കേൾക്കാൻ വേണ്ടി പഠിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെ ആയിരിക്കണം ക്ലാസ് കേൾക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം. സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ് കേൾക്കുകയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ സ്ഥിരമായിട്ട് എല്ലാ ക്ലാസ്സുകളും കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഓരോരുത്തരിങ്ങനെ അഭിപ്രായം ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട്, പിന്നെ മനസ്സിലാകുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ മനസ്സിലാകാത്ത ഭാഗം ഇന്ന ഭാഗം മനസ്സിലായിട്ടില്ല എന്നൊക്കെ പ്രത്യേകമായിട്ട് പറയേണ്ടതാണ്.
നമ്മൾ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. പിന്നെ നമ്മളെ ക്ലാസ് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടണമല്ലോ. അതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്ക് ക്ലാസ്സുകളൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മളേതായാലും പഠിക്കുക. അതിൻ്റെ പുറമെ നമ്മൾ പഠിച്ച് നമ്മളെ മക്കളിലേക്ക് അത് പകർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. കാരണം നമുക്ക് കുട്ടികളെ കൊണ്ട് ഓതിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ഇന്ന ഭാഗത്ത് ഓതിയത് ശരിയായിട്ടില്ല, അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. മറ്റേതുപോലെ അവരിങ്ങനെ ഓതുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരിക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അറിയുന്ന നമുക്ക് മനസ്സിലാക്കിയ ഭാഗമെങ്കിലും എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കാൻ. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ചാർട്ടിലേക്കെങ്കിലും നോക്കുക. ചാർട്ട് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ആ ചാർട്ട് ഒന്ന് ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് ഒന്ന് എഴുതി വെക്കുക എന്ന് പറഞ്ഞാൽ നോട്ടിൽ പിന്നെ എപ്പോഴും എടുത്തു നോക്കാൻ പറ്റിയൊരു സ്ഥലത്ത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അത് നമ്മളിങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഒന്ന് ഓതി നോക്കുക. ഏതെങ്കിലുമൊക്കെ പേജൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ഓതി നോക്കുക. സുക്കൂണുള്ള നൂന് വന്നാൽ അതിൻ്റെ ശേഷമുള്ള അക്ഷരം ഏതാണ്, അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. ഇനി അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ക്ലാസ് വീണ്ടും കേൾക്കുക. അപ്പോൾ കൂടുതൽ മനസ്സിലാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരട്ടെ. പ്രത്യേകിച്ച് നമ്മളൊക്കെ പിന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ദുആ സ്വീകരിച്ചാലും ദുആ പിന്നെ വസിയത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അതിന് കൂലിയാണല്ലോ. അതിൻ്റെ പുറമെ നമ്മളൊക്കെ പിന്നെ ആരുടെയെങ്കിലുമൊക്കെ ദുആൻ്റെ ഫലം കൊണ്ട് ഒരു ആമീനും ദുആ ആണല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ആര് ദുആ ചെയ്യുന്നത്, ഇപ്പോൾ ഞാനാണെങ്കിലും ആമീങ്ങൾ പറഞ്ഞാലും അത് രണ്ടും ദുആ തന്നെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ദുആ ഒക്കെ പിന്നെ ഒന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെ എല്ലാവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാകാനൊക്കെ കാരണമാകുമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായാലും ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കുക, പടച്ചറബ് നൽകും എന്ന ആ ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകി നമുക്കൊക്കെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാവിധ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ദുന്യാവും ആഖിറും വിശുദ്ധ ഖുർആൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുന്നവരിൽ അല്ലാഹു തആല നമുക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെയും പ്രയാസമില്ലാതെ രക്ഷപ്പെടണം. ദുന്യാവാകട്ടെ ആഖിറമാകട്ടെ, രണ്ട് സ്ഥലത്തും ഇരു ലോകത്തും രക്ഷ കിട്ടുന്നവരിൽ അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദരന്മാർ, കുടുംബക്കാർ, അയൽവാസികൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, എല്ലാവരുടെയും പ്രയാസങ്ങൾ അകറ്റി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്തിലൊക്കെ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നല്ല ഖൈറായ ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആരോഗ്യത്തിലും ഇബാദത്തുകളിലും അതുപോലെ തന്നെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും മക്കളിലും വീട്ടിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും അല്ലാഹു തആല എല്ലാ നിലക്കുള്ള ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മകൻ്റെ വിവാഹം ശരിയാകാൻ വേണ്ടി ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അല്ലാഹു തആല അവരിൽ നിന്നും നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബർസഖയായ ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. ഈ മാസത്തിനൊക്കെ ബറക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് സൂറത്ത് യാസീൻ്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ വേറൊരു സഹോദരി മരിക്കുന്നതിന് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കിനാവിലൊക്കെ ഒന്ന് കാണാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടിയൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവർക്കും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ആഗ്രഹങ്ങൾ അതാണ്, ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കിനാവിലൊന്ന് കാണുക എന്നുള്ളതാണ്. അവിടെ നിന്ന് ഒന്നൊക്കെ മനാമിലൊക്കെ ഒന്ന് കാണാനുള്ള തൗഫീഖ് അല്ലാഹു തആല അവർക്കും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബിൻ്റെ ചാരത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബി യാ റസൂലുള്ളാഹ് എന്ന സ്വലാത്തും സലാമും ധാരാളം പ്രാവശ്യം പറയാനുള്ള സൗഭാഗ്യം നീ നൽകണേ അല്ലാഹ്. നമ്മെ സ്നേഹിച്ച ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കൂടെയൊക്കെ എപ്പോഴും ഉണ്ടാകും. അല്ലാഹു തആല മരണാസന്ന സമയത്തൊക്കെ ആ ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കാനും ഹബീബിൻ്റെ കൂടെ തിരുജിവാറിൽ ഒരുമിച്ച് കൂട്ടി റഹ്മാനായ റബ്ബിൻ്റെ ലിഖാ കാണാനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും മക്കളെയും
സഹോദരി സഹോദരന്മാരെയും കുടുംബക്കാർ അയൽവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ ആഖിബത്തൊക്കെ നീ നന്നാക്കി തരണേ അല്ലാഹ്. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ